ഡെയിലി ലൈഫിൽ മേക്കപ്പിനുള്ള ഇമ്പോർട്ടൻസ്. ഹായ്, ഞാൻ സംഗീത. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് അഷ്ടമുടി വെൽനസിൻ്റെ അക്കാഡമിയിലാണ്. മേക്കപ്പ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ കൺസീലേഴ്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ ഫൗണ്ടേഷൻ വേണം, അതേപോലെ ഏത് സ്കിന്നിലാണ് ഏത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ചെയ്യണം, ഏത് മേക്കപ്പ് ചെയ്താൽ ഭംഗിയാകും, ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെയുള്ള പരിശീലനം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമാണോ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിച്ചിരുന്നാൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ കറക്റ്റ് വേയിലാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മേ ബി നിങ്ങൾക്ക് 10 ഡേയ്സ് കൊണ്ട് പഠിച്ചെടുക്കാം, ഒരു 2 ഡേയ്സ് ക്ലാസ് കൊണ്ട് പഠിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 മന്ത് ഒരു കോഴ്സ് കൊണ്ട് മേക്കപ്പ് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാവുന്നതാണ്. ഇന്നത്തെ മേക്കപ്പ് പണ്ടുള്ള മേക്കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മേക്കപ്പ് ഇട്ട് പോകുന്ന ഒരു ലുക്ക് വേണ്ട, അതായത് മേക്കിംഗ് അപ്പ് വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ, അവരുടെ ബ്യൂട്ടി എന്താണോ, റിയൽ ബ്യൂട്ടി എന്താണോ, അത് അതേ രീതിയിൽ നിലനിർത്തിയിട്ട് സ്കിന്നിനെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഫ്രഷ് ലുക്ക് അപ്പിയറൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഒത്തിരി ഈസിയാണ് മേക്കപ്പ് ചെയ്യാൻ. കസ്റ്റമറിൻ്റെ ആവശ്യകത അനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ ഒത്തിരി ഈസിയാണ്. 2020-23 ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്ന മേക്കപ്പ് കുറച്ചുകൂടെ മേക്കപ്പ് ഇട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു ബ്രൈഡ്സിന്. പക്ഷേ ഇപ്പോഴത്തെ മേക്കപ്പ് ഒരു 2024-25 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ സ്കിന്നുമായിട്ട് ബ്ലെൻഡായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നേ തോന്നാൻ പാടില്ല. അങ്ങനെ ഒരു അവരുടെ റിയൽ ബ്യൂട്ടി ആണ് അവർ എന്നുള്ള ഒരു ഫീലിലാണ് എല്ലാ ബ്രൈഡ്സിനും ഇഷ്ടം. അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡും അത് തന്നെയാണ്. ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മേക്കപ്പ് ഉണ്ട്. അതിൽ HD മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, അതേപോലെ ഗ്ലോസി മേക്കപ്പ്, അല്ലെ ഗ്ലോ മേക്കപ്പ്. ഇപ്പോൾ കൂടുതൽ ട്രെൻഡായിട്ട് പോകുന്നത് ഒരു ഗ്ലോ ലുക്കാണ്, അല്ലെങ്കിൽ ഗ്ലോ മേക്കപ്പ് ലുക്കാണ്. അതേപോലെ എയർ ബ്രഷ് മേക്കപ്പും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്കിൻ കുറച്ച് തിളങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പിനോടാണ് താല്പര്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഡിഫറൻസ്, ഈ ഗ്ലോ ലുക്കും അല്ലെങ്കിൽ മാറ്റ് ലുക്കും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കാണാം.